UDF ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് മണ്ഡലത്തിലാകെ. BJP ജയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ BJP ജയിക്കാതിരിക്കാൻ UDFനെ വിജയിപ്പിക്കണമെന്നാണ് അവരുടെ പ്രചരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി ഇപ്പോൾ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇന്നലെ VD സതീശനും ഷാഫിയും മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞു UDFും LDFും തമ്മിലാണ് മത്സരമെന്ന്. മിനിഞ്ഞാന്ന് ഇവിടെ കെ മുരളീധരൻ വന്ന് പറഞ്ഞു UDFും LDFും തമ്മിലാണ് മത്സരമെന്ന്. എന്നാൽ VD സതീശനും ഷാഫിയും പറയുകയാണ് ഇവിടെ BJPയും UDFും തമ്മിലാണ് മത്സരമെന്ന്. അതിനായിട്ടാണ് ഇവർ പറയുന്നത് BJP ജയിക്കാതിരിക്കാൻ ഞങ്ങൾ വോട്ട് ചെയ്യൂ എന്നാണ്. എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് മറ്റേ ഷാഫി? എന്തിനാണ് VD സതീശൻ ഇങ്ങനെ പേടിക്കുന്നത്? അതിനും കാരണമുണ്ട്. ഇങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നുവെങ്കിൽ ഷാഫി ഇവിടെ നിന്ന് രാജിവെച്ച് പോകണമായിരുന്നോ? അതായത് BJP ജയിക്കാതിരിക്കാൻ UDFന് വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഷാഫിക്ക് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, വടകരയിലേക്ക് പോയത് BJPയുടെ സീറ്റ്, BJP രണ്ടാമത് വന്ന ഈ പാലക്കാട് മണ്ഡലത്തിൽ BJPയെ ജയിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് ഷാഫി നടത്തിയിട്ടുള്ളത് എന്ന് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു. ഇപ്പോൾ ആ പ്രചരണമാണ് ഈ മണ്ഡലത്തിൽ നടക്കുന്നത്. ഇപ്പോൾ BJP നേരത്തെ തന്നെ ജയിച്ചു പോകുമെന്ന് ഷാഫിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം എന്തിനു വടകരയിൽ പോയി? തോറ്റ സീറ്റ് പിടിച്ചെടുക്കാൻ പോയതല്ലല്ലോ. കെ മുരളീധരൻ ജയിച്ച സീറ്റല്ലേ? അദ്ദേഹത്തിന് എന്തിന് തൃശ്ശൂർ കൊണ്ടുവന്ന് തോൽപ്പിച്ചു? ഇതെല്ലാം അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ തന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ നോക്കുക, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴ മണ്ഡലത്തിൽ കൃഷ്ണകുമാറിനെതിരായി മത്സരിച്ച UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 35,333. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന് കിട്ടിയ വോട്ട് 47,743. അപ്പോൾ 35-ൽ നിന്നും 47-ലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ്, 16-ൽ നിന്നും 19-ന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിൻ്റെ മാർജിൻ വർദ്ധിക്കുകയാണ്. അപ്പോൾ 2016-ൽ കൃഷ്ണകുമാറിനെ ആ മണ്ഡലത്തിൽ ജയിപ്പിക്കാൻ ഷാഫിയല്ലേ നേതൃത്വം കൊടുത്തത്? വോട്ട് മറിക്കാൻ ഷാഫിയല്ലേ നേതൃത്വം കൊടുത്തത്? ഇനി അതിരിക്കട്ടെ. ഇപ്പോൾ 2016-ലും 2019-ലെ കാര്യമാണ് പറഞ്ഞത്. 2021-ൽ അതേ മണ്ഡലത്തിൽ, അതായത് മലമ്പുഴ മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി വീണ്ടും 35,444-ലേക്ക് പോകുന്നു. അപ്പോൾ 2021-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറാണ്. 47,000 വോട്ട് 2019-ൽ കിട്ടിയ ശ്രീകണ്ഠന് 2021-ൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത് കേവലം 35,444. എന്നാൽ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥി ശ്രീകണ്ഠന് കിട്ടിയ വോട്ട് 49,295.
20,000 വോട്ട് അട്ടിമറിക്കപ്പെട്ടു. കൃഷ്ണകുമാറിന് വേണ്ടി ഈ ദൗത്യം ഏറ്റെടുത്തത് ഷാഫി അല്ലേ? അങ്ങനെയാണ് കോൺഗ്രസ് തന്നെ പറയുന്നത്. ഇത് വസ്തുതാപരമായ കണക്കാണ്. ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പുറത്തുവിട്ട കണക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. അപ്പോൾ ഇവർ തമ്മിൽ വളരെ മുമ്പ് തന്നെ ഡീലായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ? ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിരുന്നല്ലോ, ഷാഫി ഇവിടെ 3 തവണ മത്സരിക്കുമ്പോഴും പാലക്കാട് മണ്ഡലത്തിലെ സ്ഥിരം താമസക്കാരനായ കൃഷ്ണകുമാർ എന്തുകൊണ്ട് മത്സരിച്ചില്ല? ഇപ്പൊ കൃഷ്ണകുമാർ ഇവിടെ നിന്ന് മലമ്പുഴയിലേക്ക് പോയത് ആരുടെ നിർദ്ദേശപ്രകാരം? ആ നിർദ്ദേശം അനുസരിച്ച് കോൺഗ്രസിന്റെ വോട്ട്, ആയിരക്കണക്കിന് വോട്ട് മറിച്ചു കൊടുത്തത് ഷാഫി ആയിരിക്കില്ലേ?